2 ദിവസം മുമ്പ് മെഹ്നു തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാനാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം സഫയും കുട്ടിയായിട്ടുള്ളൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. "റിഫ, നീ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? നീ പോയപ്പം നിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടം, വേറെ ആർക്കുമില്ല" എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് വെച്ചിട്ടാണ് ഇതിനകത്ത് വന്ന് മെഹ്നു ആ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് മെഹ്നു സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സൂയിസൈഡ് എന്ന് പറയുന്ന ഒന്നിനും ഒരു പരിഹാരം ഒന്നും അല്ല. നമ്മുടെ ജീവിതത്തിലും കുറേയധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുന്ന ചില റിലേഷനിലൊക്കെ നമുക്ക് ആ ഒരു റിലേഷനിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സ്വന്തമായിട്ടൊരു അവകാശമുണ്ട്. അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അനുഭവമുള്ളത്. എനിക്കറിയാവുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇതേ കണക്ക് അവർക്ക് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ് രണ്ടുപേരും നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് മനസ്സിലാവുന്നതും ഈ ഒരു ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നതും. ആ ഒരു ഫീലിംഗ് എനിക്കറിയാം എന്നുള്ള രീതിയിൽ മെഹ്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞതോടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് "നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? അതെന്ത് റിഫ നിന്നെ ചീറ്റ് ചെയ്തു എന്നതാണോ നീ ഉദ്ദേശിച്ചതെന്ന്" പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണാൻ പറ്റുന്നത്. അതിന് താഴെ വന്ന് മെഹ്നു ഇട്ടേക്കുന്ന കമൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ കമൻ്റ് ഇട്ട വ്യക്തി പറഞ്ഞേക്കുന്നത് "റിഫയ്ക്ക് അവിഹിതം ഉണ്ടായിരുന്നെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്നെ അത്രയും സ്നേഹിച്ചത് കൊണ്ടാണ് അവൾ നീ പറഞ്ഞ പോലെ വേറെ ആളെ തേടി പോകാനും ഡിവോഴ്സ് ചെയ്യാനും ഒന്നും അവൾ നിൽക്കാതിരുന്നത്" എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് മെഹ്നു ഇട്ടേക്കുന്ന കമൻറ്റാണ് "ഒന്നും പുറത്ത് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചതാണ്. ബട്ട് റിജുവിൻ്റെ ഫാമിലി കാരണം എനിക്കിപ്പോൾ എല്ലാം ഓപ്പണായി പറഞ്ഞാലും കുഴപ്പമില്ലെന്നാണ്. വീഡിയോ ചെയ്യാം അപ്പം കേട്ടോ" എന്ന് പറഞ്ഞിട്ട് മെഹ്നു ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് "ഇതെങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? മരിച്ചുപോയ ഒരു വ്യക്തിയെപ്പറ്റി ഇപ്പം അവളില്ലാത്തതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ" എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം കമൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനത്തുള്ള രീതിയിൽ മെഹ്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.